ശബരിമലയിലെ വാജിവാഹനം കൈവശം വെക്കാൻ തന്ത്രിക്ക് അധികാരമില്ലെന്ന ദേവസ്വം രേഖ ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ട വസ്തുക്കൾ പൊതുസ്വത്തും ദേവസ്വം സ്വത്തുമാണെന്ന് 2012 ദേവസ്വം ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ലംഘിച്ചാണ് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. അതേസമയം ഈ ഉത്തരവിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നും വാജിവാഹനം കൈമാറിയപ്പോൾ ആരും എതിർത്തില്ല എന്നും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ വിശദീകരിച്ചു. 2017 ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ സംസ്കരിച്ച കൊടിമരത്തിന്റെ മുകളിലെ അയ്യപ്പന്റെ വാഹനമായ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ അല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണ്. 2012 ദേവസ്വം കമ്മീഷണറുടെ കത്ത് പ്രകാരം തന്ത്രിക്ക് അവകാശമില്ലെന്ന് വ്യക്തമാക്കുന്ന ദേവസ്വം ഉത്തരവുണ്ട്. ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടത് കൊണ്ടുപോകാനാകുമോ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുൻകാല നടപടിക്രമങ്ങൾ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വം സ്വത്താണെന്ന് ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് വാജിവാഹനം കീഴ്വഴക്കത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈവശം വയ്ക്കാനാകില്ല. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരണസമിതിക്ക് വാജിവാഹനം കൈമാറാനുമാകില്ല. കാരണം ദേവസ്വം ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ്. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം ഈ വീഴ്ച കാണുന്നില്ല, ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം അനുവർത്തിച്ചു പോരുന്ന ആ തന്ത്ര സമുച്ചയത്തിലെ കീഴ്വഴക്കം അനുസരിച്ച് ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു. അത് തന്ത്രിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ദേവസ്വം ബോർഡിൽ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ്. എന്നാൽ ഉത്തരവ് പുറത്തുവന്ന് വിവാദമായതോടെ അന്നത്തെ ബോർഡ് നേതൃത്വം തലയുരാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനൊരു ഉത്തരവുള്ളതായി അറിയില്ലായിരുന്നു എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലുണ്ടായിരുന്ന അംഗം അജയ് തറയിൽ വ്യക്തമാക്കുന്നത്. ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, AO പറഞ്ഞിട്ടില്ല, ലെയ്സൺ ഓഫീസർമാര്, വക്കീലുമാർ ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ശബരിമല തന്ത്രിക്ക് ഇത്തരമൊരു അധികാരം ദേവസ്വം മാനുവലിലോ തന്ത്ര സമുച്ചയത്തിലോ പരാമർശിക്കുന്നുമില്ല. അതായത് തന്ത്രി കണ്ഠരര് രാജീവർക്ക് വാജിയിൽ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലിഖിതമായ ഒരു രേഖയും നിലവിലില്ല. ഏതായാലും വാജിവാഹനവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ മറ്റൊരു അന്വേഷണത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. 2017 അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയ വാജിവാഹനം തന്നെയാണോ ഇപ്പോൾ SIT കണ്ടെടുത്തത് എന്നത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രീയമായ പരിശോധന അടക്കം വേണ്ടിവരും. കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടലിനും വഴിയൊരുങ്ങുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.